നമസ്കാരം. ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ പൊങ്കൽ റിലീസിനോടനുബന്ധിച്ച് റിലീസായിരിക്കുകയാണ്. ഇന്ന് ഞാൻ പടം കണ്ടു വന്നു. അതിൻ്റെ ഡയറക്ടർ അരുൺ മാതേശ്വരൻ, സ്ക്രീൻ പ്ലേ പുള്ളി തന്നെയാണ്, മദൻ കർക്കിയും കൂടി ഉണ്ട്. പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രാഫി സിദ്ധാർത്ഥ് നുനി, മ്യൂസിക് ജി വി പ്രകാശ് കുമാർ നല്ല പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ധനുഷ് അഭിനയ മികവ് കൊണ്ട് പിന്നെ പുള്ളിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അത് വേറെ ലെവൽ തന്നെയാണ്. ഒരു പണ്ട് കാലത്ത് നടക്കുന്ന, നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ നടക്കുന്ന ഒരു ബ്രിട്ടീഷുകാരുടെയും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഈ ജന്മി കുടിയാന്മാരിൻ്റെ ഈ അമ്പലങ്ങളും ക്ഷേത്രപ്രവേശനത്തിൻ്റെ ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ആ ഒരു സമയത്തെടുത്തിരിക്കുന്ന ആ ഒരു ഇതിന്റെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഈ പടത്തിന്റെ കഥ അങ്ങനെ പോകുന്നത്. അതിലൊരു കൊള്ളസംഘമായിട്ടുള്ള ആൾ തന്നെയാണ് നമ്മുടെ ഈ ധനുഷിന്റെ കഥാപാത്രം പോകുന്നത്. ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എടുത്തു വെച്ച രീതി, പണി അറിയുന്നവൻ പണിതാൽ എങ്ങനെയുണ്ടാവും, അത് തന്നെയാണ് ഈ പടത്തിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുന്നത്. തുടക്കം തന്നെ നമ്മൾ എൻ്റെ ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ശരിക്കും ഗുസ് പംപ്സ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള കുറെ സീനുകളുണ്ട് ഇതിന്. അയ്യോ, നമ്മൾ ഈ പടം തീർന്നു പോയല്ലോ എന്ന് നമുക്ക് പേഴ്സണലി നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ ഇന്ന് വിചാരിക്കേണ്ടത് ഇതൊന്ന് നല്ലൊരു പടമാണ്. നല്ലൊരു പടത്തിന് നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. കാരണം അയ്യോ, പടം തീർന്നു പോയല്ലോ, ഇനിയും കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടമാണിത്. പിന്നെ ആ ഒരു കാലഘട്ടം നമ്മുടെ അതിൽ വർഷങ്ങളൊന്നും കറക്റ്റായിട്ട് ഇത് പറയുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പുള്ള നടന്ന കഥയാണ് ബ്രിട്ടീഷുകാരൻ്റെ ഇതല്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ്, കാര്യങ്ങൾ, പിന്നെ അവരുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിലുള്ള ഓരോരോ ഇത് തന്നെയാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അഭിനയമൊക്കെ. പിന്നെ ശിവാനൻ അറിയില്ല, പുനീത് രാജ്കുമാറിന്റെ, നമ്മുടെ പുനീത് രാജ്കുമാറിന്റെ ഏട്ടൻ, പിന്നെ നമ്മുടെ ആ ജയിലറിലൊക്കെ തന്ന ആ സ്വാഗ് തന്ന, നമുക്ക് ആ ക്ലൈമാക്സിലേക്ക് സ്വാഗ് തന്ന ശിവാണ്ണൻ വേറെ ലെവലായിട്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട് അതിൽ, നമ്മുടെ തമിഴിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്ന ഒരുത്തനാണ്. അടിപൊളിയുണ്ട് ക്ലൈമാക്സിലൊക്കെ വന്ന് ചെയ്ത ആ ഒരു പെർഫോമൻസ്. നമ്മൾ ഓരോരോ ചാപ്റ്റർ ഇവർ ഓരോ കഥകൾ ഇങ്ങനെ പറയുന്നത്. പക്ഷെ സബ്ടൈറ്റിൽ മൊത്തം ചില വാക്കുകൾ മൊത്തം തമിഴിൽ പോയത് നമുക്കത് വായിക്കാൻ പോലും അറിയില്ല. പിന്നെ നമ്മളത് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാണ്ട് ഇതാകുമായിരുന്നു. പക്ഷെ എന്ത് പറയാൻ, അത് തമിഴ് പടമാണല്ലോ, അപ്പോൾ തമിഴിലല്ലേ ഇവരുള്ളൂ എന്നുള്ള ലെവലിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം കുറെ തമിഴ് വാക്കുകൾ നമുക്കൊരു മനസ്സിലാവാത്ത കുറെ നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ ഇത്. പിന്നെ ഇതിന്റെ മ്യൂസിക് എക്സ്ട്രാ ഓർഡിനറി മ്യൂസിക്കാണ്. കാരണം എനിക്ക് പേഴ്സണലി ഇതൊരു ആക്ഷൻ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാലഘട്ടം നടക്കുന്ന ഒരു ആക്ഷൻ മൂവി, അതിനോട് 100% നീതി പുലർത്തി തന്നെ പറയാം ഈ ഒരു പടം. അതിൽ ആ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ആ ഫൈറ്റിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് വരുന്ന സൗണ്ടിലും ഇതിലേക്കാണ് ആ ഒരു ഇതിന്റെയും മുകളിൽ നിൽക്കുന്ന. ഇപ്പോഴും ആ ഒരു അമ്പരപ്പ് മാറിയിട്ടില്ല. ഇനിയിപ്പോ തിയേറ്ററിന്റെ ക്വാളിറ്റിയാണോ പടത്തിനാണോ, രണ്ടും തന്നെ ആയാലും രണ്ടും ഒന്നിനൊന്നും മികച്ച തന്നെയാണ്. ഞങ്ങൾ കണ്ട തിയേറ്റർ ആയിക്കോട്ടെ, അവിടെ സൗണ്ട് സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാവരും ഞാൻ റിവ്യൂസ് ഒക്കെ ഇടുന്നത് നോക്കുന്ന സമയത്ത് അതിന്റെ സൗണ്ടിനെ കുറിച്ചാണ്, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ, അതാണ് ആൾക്കാരും കൂടുതലും പറയുന്നത്. അതെനിക്ക് കിട്ടി എന്ന് തന്നെ പറയാം. ആ സൗണ്ട്, ഓരോ ബുള്ളറ്റ് പോകുമ്പോഴേക്കും ആ ഒരു കൊണ്ടൊരു സൗണ്ട് ഉണ്ട്. അതൊക്കെ കറക്റ്റ് നമുക്ക് അങ്ങോട്ട് ഇതിൽ കൂടെ പോകുന്ന ആ ഒരു രീതിയിലുള്ള ഇത് തന്നെയാണ്. അതിൽ ജി വി പ്രകാശ് കുമാർ 110% അതിൻ്റെതായ രീതിയിൽ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരു തരത്തിലുള്ള സാഗ് മ്യൂസിക് അങ്ങനെയുള്ള ഒന്നും തന്നെ കുത്തിക്കയറ്റാതെ, അതിന് വേണ്ട എന്ന് വെച്ചാൽ ഒരു കുറച്ച് റൊമാൻസിന് വേണ്ട, ആക്ഷന് വേണ്ട, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റിന് വേണ്ട, എന്താണോ അത് എടുത്തു വെച്ചിരിക്കും. നമുക്കറിയില്ല ഇത് ജി വി പ്രകാശ് കുമാർ, കാരണം നമുക്ക് അനിരുദ്ധിന്റെ ഒരു സ്റ്റൈല് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതല്ല ഇത് ജി വി പ്രകാശ് കുമാറിന്റെ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു രക്ഷയില്ല. മ്യൂസിക്, പാട്ടുകളായിക്കോട്ടെ, ഇതെല്ലാം ആയിക്കോട്ടെ. പക്ഷെ ഡയറക്ഷനാണ് മെയിനായിട്ട്. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും കൂടി ഇതിന്റെ ഡയറക്ടർ ബ്രില്യൻസ് പറഞ്ഞ സാധനമുണ്ട്. ഓരോരോ കാസ്റ്റിങ്ങിലും അത് നമുക്കത് വ്യക്തമാണ്. ആ ഒരു പടത്തിന്റെ
കഥ പറഞ്ഞു പോകുന്ന രീതി രണ്ട് ഇതും കാണിക്കുന്നുണ്ട്. ചെറുപ്പകാലവും കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ഉള്ള അതിന് ശേഷമുള്ളതും കാണിക്കുന്നുണ്ട്. ആ കാണിച്ച രണ്ട് രീതിയിലും അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നവരായാലും പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലുള്ള മികവ് പുലർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പടത്തിനെ തീയാക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു എന്തോ ഈ പടം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഇതിൽ. കാരണം രണ്ടേ മുക്കാൽ മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഉള്ളിൽ തോന്നല അയ്യോ കഴിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ ഈ പടം പറഞ്ഞ് നിർത്തുന്നത് സെക്കൻഡ് പാർട്ടിലേക്കുള്ളതാണ്. പക്ഷെ ഒരു നോട്ട് ചെയ്തിട്ടുള്ളതൊന്നും തന്നെ വന്നില്ല. നമ്മുടെ ഓസിലാറിൽ പറഞ്ഞ പോലെ ഓസിലാറിൽ കൊണ്ട് നിർത്തിയത് ഇതിലൂടെ നിർത്തിയ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ബിഗിനിങ് എന്നുള്ള ലെവലിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടം ഓരോരോ സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു പോകും, ഓരോ കഥകളാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ കാണും, ഇങ്ങനെ ധനുഷ് ഇപ്പൊ നടന്നു പോകുന്നുണ്ടാവും, ഇങ്ങനെ ഒരു എഴുതി കാണിക്കുന്നുണ്ടാവും. പിന്നെ ഒരു കഥ ഇങ്ങനെ പോയിട്ട് ആ ഒരു സ്റ്റോറി ക്ലൈമാക്സ് ആ ഒരു ഭാഗം തീരുമ്പോഴാണ് നമുക്ക് ഈ കണ്ട വിഷ്വല് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു ഒന്നും തന്നെ ഇല്ല അതിൽ. എല്ലാം വേണ്ട രീതിയിൽ എടുത്തെടുത്ത് വെച്ചു. ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ പടപടാന്ന് പറഞ്ഞിട്ട് പോകുന്ന കഥകളൊന്നുമല്ല. നോർമൽ ഒരു മനുഷ്യന് ആൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ആ പടത്തിന്റെ ആ ഞാൻ പറഞ്ഞില്ല ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോണ ഡയറക്ടർ ബ്രില്യൻസിലൂടെയും മ്യൂസിക്കിലൂടെയും ഈ പടം ഇങ്ങനെ പോകുന്നു. ഒരു മാസമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബീജം നമുക്ക് എന്താ പറയാ, ഇതൊരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ജയിലറിലൊക്കെ. അതിന്റെയൊക്കെ ഒരു ഏകദേശം അടുത്ത് വരെ ഒപ്പിക്കാവുന്ന തരത്തിലുള്ള ആ ഒരു മാസ് ബീജം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓവറാക്കിയിട്ടില്ല. അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ GV പ്രകാശ് കുമാർ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നടികള് കുറെ പേരുണ്ട്. പേരുകൾ എടുത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നടിമാർ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ലീഡ് ചെയ്ത ഒരു ക്യാരക്ടറാണ് പ്രിയങ്ക അരുൾ മോഹൻ, അതിഥി ബാലൻ, അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയാൻ മെയിനായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു 3 പേരാണ്. ഒരു പേരറിയില്ല, അതിൽ 2 പേരിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞ ഈ പ്രിയങ്ക അരുൾമോഹൻ, അതിഥി ബാലൻ. വേറൊരു ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, അത് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇതിൽ നായിക വേഷം പോലെ ചെയ്ത ആ ഒരു പെൺകുട്ടി സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. ഞാൻ അതാ പറഞ്ഞത് കുറച്ച് മുമ്പ്, കാസ്റ്റിംഗ്, ഒരു പടത്തിന്റെ കാസ്റ്റിങ്ങിൽ അത് അത്രത്തോളം രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഇരുന്ന് പണിയെടുത്ത ആൾക്കാർക്ക് തന്നതാണ്. ആ ഇരുന്ന് പണിയെടുത്തതിന്റെ എല്ലാ ഇതും നമുക്കത് കാണുന്നുണ്ട്. പിന്നെ ധനുഷിന്റെ ആ ഒരു ഗെറ്റപ്പ്, എന്റെ മാസ് ഒരു സ്വാഗ്, അതെല്ലാം തന്നെ നിലവിലുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസ് പണ്ടത്തെ കാലത്തെ ആണെങ്കിൽ കൂടി ഇപ്പം ഞാൻ ആലോചിക്കുന്നത് KGF വന്നതിന് ശേഷം ഇപ്പൊ ഏകദേശം ഉള്ളവരൊക്കെ മറ്റേ ഗണ്ണിലാണ് ഇപ്പോൾ നിന്ന് കട്ടകട്ടകട്ടകട്ടാന്നുള്ള ആ ഒരു ഗണ്ണിലാണ്. ലോകേഷ് കനകരാജ് ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, പിന്നെ ലാസ്റ്റ് മറ്റേ മാർക്ക് ആന്റണി സിനിമയിൽ എല്ലാവരും ഇപ്പൊ മറ്റേ ഗണ്ണിൽ പിടിച്ചു. ഇതിലും അതേപോലത്തെ ഉള്ള ഗണ്ണുണ്ട്. സ്റ്റാൻഡ് വെച്ച അലക്കുക ആ രീതിയിൽ. പക്ഷെ ഇതിന് ആ സൗണ്ട് എഫക്റ്റ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഒരു സൗണ്ടാണ്. ഇപ്പം ആ ഒരു മെഷീൻസിന്റെ ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ആ ഒരു ട്രിഗർ വലിക്കണതിൽ കൂടി നമുക്ക് ഇമ്പാക്ട് തരുന്ന ഒരു തരത്തിലുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. ആക്ഷൻ നമുക്കറിയാലോ, ചില സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കും, ഇങ്ങനെ ഇപ്പം എന്താന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇരിക്കും. ആ സീക്വൻസ് വരെയുണ്ട്. എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന അതിപ്പോൾ 100 രൂപ, 110 രൂപയൊക്കെ 150 രൂപയൊക്കെ അതിന്റെ മുകളിൽ നിൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വർത്താവുന്ന തരത്തിലുള്ള ഒരു പടം തന്നെയായിരിക്കും ഈ ഒരു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞത്. പടം അങ്ങനെ മുകളിലേക്ക് പോയി നമ്മുടെ മലയാള സിനിമ ഓസിലറിന് താഴത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ പോയപ്പോഴും ഓസിലർ തന്നെയാണ് തിരക്ക്. മില്ലർ എന്നുള്ളതിന് അത്യാവശ്യം കുറച്ച് പേർക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ തിയേറ്ററിലും ഇങ്ങനെയാണോന്നും അറിയില്ല. പക്ഷെ ഓസിലറിന് താഴത്ത് പോകാനുള്ള ഒരു അവസ്ഥയൊന്നും നിലവിൽ ഉണ്ടാവില്ല. കാരണം ഒന്നിനോടൊന്ന് മികച്ചു നിൽക്കുന്ന 2 ജോണറിൽ പെട്ട ഒരു പടങ്ങളാണ്. 3 ജോണറിൽ മറ്റേ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അയലാൻ, എല്ലാം 3 ജോണറിൽ പെട്ട പടങ്ങളാണ്. പക്ഷെ ക്യാപ്റ്റൻ മില്ലർ, ഞാനിപ്പോൾ അയലാനും കാണുന്നുണ്ട്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് BGM ആൻഡ് കാസ്റ്റിംഗ് ഇത് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു മാസ് എന്റർടൈനർ അല്ലെങ്കിൽ ഒരു എന്താ പറയാൻ വാക്കുകളില്ല, അങ്ങനെയുള്ള ഒരു തരം ഇതാണ്. അഭിനയമാണ് അതിന്റെ പറയണ്ടല്ലോ. എല്ലാവരും അതിൻ്റെതായ ശിവാണനായിക്കോട്ടെ, എല്ലാവരും അതിൻ്റെതായ രീതിയിലുള്ള നല്ല 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 ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിന് അവർക്ക് വരെ ഇതിൽ ഡയലോഗും കാര്യങ്ങളെല്ലാം നിലവിൽ കൊടുത്തിട്ടുണ്ട്.
അവർ സെറ്റ് ഇട്ടതായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എല്ലാം നമുക്കത് എല്ലാം ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ അതിൽ ആയിപ്പോകുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അതിലുള്ളത്. എന്തായാലും ലാഗ് എന്ന് പറയുന്ന സാധനം അതിലില്ല. എല്ലാം കൊണ്ടും 100% നീതി പുലർത്തിയ ഒരു പടമാണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ മില്ലർ. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫൈ ആയി വെളിയിലിറങ്ങി വരുന്ന നിങ്ങളുടെ ഈ പൈസക്ക് ശരിക്കും കൊടുക്കുന്ന 100 രൂപയ്ക്ക് അവർ അതിൻ്റെതായ പണിയെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുഡ് മൂവിയാണ്, ഗുഡ് മൂവി.